കഴിഞ്ഞ ദിവസം ഒരു അധ്യാപിക ജീവനൊടുക്കിയ സംഭവം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസാക്ഷിയെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടാകും. അവർ അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപികയായിരുന്നു. 6 വർഷമായി ജോലി ചെയ്യുന്നു. 1 രൂപ പോലും ശമ്പള ഇനത്തിൽ അവർക്ക് നാളിതുവരെ ലഭിച്ചിട്ടില്ല. അൺഎയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് പ്രേക്ഷകർക്കറിയാമോ? 16,000-ഓളം അധ്യാപകരാണ് കഴിഞ്ഞ 10 വർഷത്തോളമായി 1 രൂപ പോലും ശമ്പളം വാങ്ങാതെ LP തലം മുതൽ +2 തലം വരെ സംസ്ഥാനത്തെ പല അൺഎയ്ഡഡ് സ്കൂളുകളിലായി നാളിതുവരെയായി ജോലി ചെയ്യുന്നത്. 10 വർഷത്തോളമായി ജോലി ചെയ്യുന്നു. 10 വർഷമായി ഇവർക്ക് ശമ്പളമൊന്നും ലഭിക്കുന്നില്ല. അൺഎയ്ഡഡ് സ്കൂളുകളുടെ ഈ കിരാതമായ ക്രൂരത പരിശോധിക്കുകയാണെങ്കിൽ വിമോചന സമരകാലം മുതൽ നോക്കണം. വിമോചന സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ അൺഎയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ ശമ്പളം ആദ്യകാലങ്ങളിൽ കൊടുത്തിരുന്നത് നേരിട്ട് മാനേജ്മെൻറ്റുകൾക്ക് പൈസ കൊടുക്കും. പൈസ മാനേജ്മെൻറ്റുകളാണ് അധ്യാപകർക്ക് ശമ്പളമായി വീതിച്ച് കൊടുത്തിരുന്നത്. അത് ശരിയല്ല എന്ന് കണ്ടാണ് ജോസഫ് മുണ്ടശ്ശേരി പറഞ്ഞു, ഇനി മുതൽ അധ്യാപകർക്ക് സർക്കാർ നേരിട്ട് ശമ്പളം കൊടുത്തോളാം, നിങ്ങൾക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. മാനേജ്മെൻറ്റുകൾക്ക് അത് കൊണ്ടു. കാരണം മാനേജ്മെൻറ്റുകൾ അധ്യാപകരുടെ ശമ്പളം മുഴുവൻ വാങ്ങിയിട്ട് അവർക്ക് തുച്ഛമായ പൈസ കൊടുക്കുകയും ബാക്കി പൈസ മാനേജ്മെൻറ്റുകൾ കീശയിലാക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അതിനാണ് EMSൻ്റെ ഭരണകൂടം നിശ്ചയിച്ചത് ഇനി മാനേജ്മെൻറ്റുകൾക്ക് നേരിട്ട് കൊടുക്കുന്നില്ല, അധ്യാപകർക്ക് നേരിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത്. അതിനായിരുന്നു വിമോചന സമരത്തിൻ്റെ ഒന്നാമത്തെ കാരണം. ഈ അധ്യാപകരെ ഇപ്പോഴും മാനേജ്മെൻറ്റുകൾ പീഡിപ്പിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റുകൾ പീഡിപ്പിക്കുന്ന ഒരു രീതി അനിലയുടെ അച്ഛൻ, മരിച്ചുപോയ ആ ടീച്ചറിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. സർക്കാരിന് കൊടുക്കേണ്ട രേഖകൾ മാനേജ്മെൻറ്റ് പൂഴ്ത്തിവെച്ചു. ഏത് മാനേജ്മെൻ്റ് ആണെന്നൊന്നും പറയുന്നില്ല. ആ സ്കൂളിൻ്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും. ആ മാനേജ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഇനി മാനനഷ്ട കേസൊന്നും വരണ്ടല്ലോ. അതുകൊണ്ട് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ മിണ്ടുന്നില്ല. എല്ലാ മാനേജ്മെൻറ്റും കണക്കാണ്. അതുകൊണ്ട് ഒരു മാനേജ്മെൻറ്റിനെ മാത്രം പറയണ്ടല്ലോ. ഏതായാലും അനില മരിച്ചു. അനിലയുടെ അച്ഛൻ പറയുന്നു 1 രൂപ പോലും പ്രതിഫലമായി കിട്ടിയില്ല. PTA ഫണ്ടിൽ നിന്നോ മറ്റോ എന്തെങ്കിലും കൊടുക്കും. എന്നിട്ട് രാവിലെ ഒരുപക്ഷെ എൻ്റെ കയ്യിൽ നിന്ന്, അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ വണ്ടിക്കൂലി വാങ്ങും. കുട്ടികൾക്ക് ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ പോലും, നല്ല വിജയം കിട്ടുന്ന കുട്ടിക്ക് ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ പോലും കഴിയുകയില്ല. സങ്കടം കൊണ്ട് വീർപ്പുമുട്ടും, കണ്ണീർ വാർക്കും. പല ദിവസങ്ങളിലും മകളിരുന്ന് കരയുന്നത് കാണേണ്ടി വരും. ചില പുരുഷ അധ്യാപകന്മാരുണ്ട്. അവരെന്ത് ചെയ്യും? സ്കൂളിൽ പോകും രാവിലെ, എന്നിട്ട് വൈകിട്ട് വന്നിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും, ഡ്രൈവർ പണി. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി ഓടിച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. മാർക്കറ്റിൽ നിന്ന് സാധനം എടുത്ത് വേറെ ഏതെങ്കിലും കടയിൽ കൊണ്ടുകൊടുക്കും. അങ്ങനെ ഡ്രൈവിംഗ് ജോലി. അല്ലെങ്കിൽ വീട്ടിൽ ട്യൂഷൻ എടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജിൽ പോയി പഠിപ്പിക്കും. ഇതാണ് അവരുടെ ഒരു പ്രധാന വരുമാന മാർഗം. എന്നിട്ട് പിരിവുകാരോ മറ്റോ വരുമ്പോൾ അവർ ഓടി ഒളിക്കും. കാരണം പൈസ കൊടുക്കാനില്ല. നാട്ടിൽ കരുതുന്നത് എന്താണ്? ഇവർക്ക് അധ്യാപകനല്ലേ, നല്ല ശമ്പളമില്ലേ, +2 അധ്യാപകനല്ലേ, നല്ല ശമ്പളമില്ലേ. +2 അധ്യാപകർ എത്രയുണ്ടെന്ന് അറിയാമോ? ഈ 16,000-ൽ 2,200 പേർ +2 അധ്യാപകരാണ്. അവർക്കും ശമ്പളം ലഭിച്ചിട്ടില്ല. അപ്പോൾ ചില വലതുപക്ഷ മാധ്യമങ്ങളും കോൺഗ്രസ് പാർട്ടി, അതായത് പ്രതിപക്ഷ പാർട്ടിക്കാരും പറയുന്നത്, കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അധ്യാപകർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു, ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് അധ്യാപിക ഇങ്ങനെ മരിക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോളിളക്കം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ആ മന്ത്രി പറഞ്ഞത് എടുത്തൊന്ന് വായിച്ചു നോക്കണം. അദ്ദേഹം നിയമം കൃത്യമായി പറയുന്നു. 2016 മുതൽ മാനേജ്മെൻറ്റുകൾ നിയമങ്ങൾ പാലിക്കാതെ നിയമവിരുദ്ധമായി അനധികൃതമായി പല ആളുകളെയും നിയമിച്ചിട്ടുണ്ട്. 2020-ൽ അത് ഏകീകൃതം, 2021-ൽ നിയമം പാസാക്കി. നിയമം പാസാക്കിയതിന് ശേഷം ഭിന്നശേഷിക്കാരെ കൂടി നിയമിക്കണം. അതിനുശേഷം അവരുടെ കോട്ട കൂടി ഫില്ല് ചെയ്തിട്ട് അതിനുശേഷം കൃത്യമായ ആനുകൂല്യങ്ങളും ശമ്പളവും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആ കേസുകളൊക്കെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പെൻഡിംഗ് ആണ്. അതിൻ്റെ വിധി വരണം. എന്നിട്ടിപ്പോൾ മാനേജ്മെൻറ്റ് പറയുന്നത് ഞങ്ങൾ ആ കോട്ട ഒഴിച്ചിടാം. ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ അവരെ നിയമിക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ ലഭിക്കുന്നില്ല, അവരുടെ നിയമനം സർക്കാർ നടത്തിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് ചില മാനേജ്മെൻറ്റുകൾ. എന്നിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കൂ എന്നൊക്കെ പറയുന്ന മാനേജ്മെൻറ്റുകളുമുണ്ട്. ഈ പൈസ കിട്ടുമ്പോൾ ഒരുമിച്ച് കിട്ടിയ അധ്യാപകരുമുണ്ട്. അങ്ങനെയുള്ള അധ്യാപകരെയും ചിലരെ എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം. ഇതിനു മുമ്പ്, ഈ ക്രൈസിസ് വരുന്നതിന് മുമ്പ് ഒരുമിച്ച് പൈസ കിട്ടിയ അധ്യാപകർ, ചിലപ്പോൾ 4 വർഷം 3 വർഷമൊക്കെ കഴിയുമ്പോൾ ഈ തുക ഒരുമിച്ച് കിട്ടുന്ന അധ്യാപകരുണ്ട്. അത് അവർക്ക് ഒരു ലാഭമാണ് ഒരുമിച്ച് തുക കിട്ടുമ്പോൾ. ഇനി അധ്യാപക നിയമനത്തിന് വേണ്ടി കൊടുക്കുന്ന പൈസ എത്രയാണെന്നറിയാമോ? ഈ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപികമാരായോ അധ്യാപകന്മാരായോ ജോലിക്ക് പ്രവേശിക്കുന്നതിന് എത്ര രൂപയാണ് കൊടുക്കുക? LP ക്ലാസ് മുതൽ, അതായത് LP സ്കൂളിൽ കയറുന്നത് മുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലോ കോളേജുകളിലുണ്ട് പ്രശ്നം. നമുക്ക് ഹയർ സെക്കൻഡറി വരെ നോക്കാം. ലക്ഷങ്ങളാണ് മാനേജ്മെൻറ്റ് ഇവരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. ഒരുപക്ഷെ എങ്കിൽ മാനേജ്മെൻറ്റിന് ഇവർക്ക് എന്തെങ്കിലും ഓണറേറിയം പോലെ എന്തെങ്കിലും കൊടുക്കാം. അവർ വന്നു പോകുന്നതല്ലേ. എന്നിട്ട് പൈസ കിട്ടുമ്പോൾ, ശമ്പള ഇനത്തിൽ കിട്ടുമ്പോൾ അത് കുറച്ച ശേഷം ബാക്കി കൊടുത്താൽ മതി എന്നൊരു ധാരണയിലെത്താം. ഇവരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഡൊണേഷൻ അത് ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശയിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കാം. ഇവർക്ക് പ്രതിമാസം നിശ്ചിത തുക സ്റ്റൈഫൻഡായിട്ടെങ്കിലും കൊടുക്കാം, വണ്ടിക്കൂലിയെങ്കിലും കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ അവരെ സഹായിക്കാം. അതൊന്നും മാനേജ്മെൻറ്റ് ചെയ്യില്ല. ലക്ഷങ്ങളാണ്
10 ലക്ഷവും 15 ലക്ഷവും അല്ല, മിനിമം 25 ലക്ഷം മുതൽ 60 ലക്ഷം രൂപ വരെയാണ് ഹൈസ്കൂൾ വരെ അധ്യാപക നിയമനത്തിന് മാനേജ്മെന്റുകൾ കൈക്കൂലി വാങ്ങുന്നത്, ഡൊണേഷൻ വാങ്ങുന്നത്. ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ കുടുംബത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എത്ര ലക്ഷം കൊടുത്തുവെന്ന്. ചിലർ പറയും, ചില അധ്യാപകരായ ജോലി കിട്ടിയ ആളുകൾ പറയും, എയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന ഇങ്ങനെ ജോലി കിട്ടിയ ആളുകൾ പറയും, ഇല്ല ഞങ്ങൾ പോയി ടെസ്റ്റ് എഴുതി പിന്നെ ഇൻ്റർവ്യൂ നടത്തി എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല, കൃത്യമായി കാശ് കൊടുത്തിട്ട് തന്നെയാണ് 100-ൽ 99% അധ്യാപകരും എയ്ഡഡ് സ്കൂളുകളിൽ ജോലിക്ക് കയറുന്നത്. അത് 10 ലക്ഷമല്ല, അതിൽ കൂടുതൽ 25 ലക്ഷം മുതൽ 60 ലക്ഷം രൂപ വരെയാണ് കൈക്കൂലി കൊടുക്കുന്നത് മാനേജ്മെന്റിന്. അത് പോയിട്ട് ഹയർ സെക്കൻഡറി ആണെങ്കിൽ ചിലപ്പോൾ 60 ലക്ഷത്തിന് മുകളിൽ കൊടുക്കുന്ന ആളുകളുമുണ്ട്. സയൻസ് സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കണം. അതിൽ കൂടുതൽ കൊടുത്തിട്ടാണ് ജോലിക്ക് കയറുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ മറ്റേ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോകുന്ന ആളുകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എന്താണ്, അമേരിക്കയിൽ നിന്ന് കയ്യാമം വെച്ച് തിരിച്ചു വന്ന ആളുകൾ പറയുന്നത് 60 ലക്ഷം 65 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് പോയതെന്ന്. അവർക്ക് ഇവിടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ട് പൈസ ബാങ്കിൽ ഇട്ടിട്ട് പലിശ വാങ്ങി ജീവിച്ചാൽ പോരെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുപോലെ ഇവരുടെ ചോദിക്കാം, നിങ്ങൾക്ക് ഇത്രയും കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് നിക്ഷേപിച്ചിട്ട് ജീവിച്ചാൽ പോരെ? പൈസ ഇത്രയും ഉണ്ടല്ലോ, ഇത്രയും കൊണ്ട് എന്തിനാണ് നിങ്ങൾ മാനേജ്മെന്റിന് കൊണ്ട് കൊടുത്തത്? നിങ്ങൾക്ക് ഇത്രയും രൂപയുണ്ടെങ്കിൽ അതല്ല, ഒരു ജോലിയാണ്, അതൊരു ഗ്ലാമർ ജോലി. അധ്യാപകൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ കിട്ടുന്ന വില, റോയൽ ജോബാണ്, രാജകീയ ജോലിയാണല്ലോ അധ്യാപനം എന്ന് പറയുന്നത്. അത് ഇത്രയും രൂപ കൊണ്ട് കൊടുക്കണമെന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ അവരുടെ ദുരവസ്ഥ ഇതാണ്. ഒരു അധ്യാപിക ജീവൻ ഒടുക്കിയപ്പോഴാണ് ഇതൊക്കെ തെളിഞ്ഞു വരുന്നത്. 16,000 അധ്യാപകരാണ് ഇങ്ങനെ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അവരുടെ അവസ്ഥ ഇതാണ്. ലക്ഷക്കണക്കിന് രൂപ ഡൊണേഷൻ ഇനത്തിൽ കൊണ്ട് കൊടുത്ത ശേഷമാണ് ഇവർ പട്ടിണി അനുഭവിക്കുന്നത്. സർക്കാർ എന്ത് ചെയ്യും? സർക്കാർ പറയുന്നത് എന്താണ്, ഇവരുടെ നിയമനത്തിന് അംഗീകാരം ലഭിച്ചിട്ടില്ല, കോടതിയിലാണ്. ഇവരുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിന് കോടതി അംഗീകരിക്കണം, കോടതിയിൽ തീരുമാനം വരണം. ഇതൊക്കെ കൃത്യമായി നടക്കണമെങ്കിൽ എയ്ഡഡ് മാനേജ്മെൻറ്റുകളും കുറെ കൂടി മനസ്സ് വയ്ക്കണം. ഇവരിൽ നിന്ന് പിരിച്ച പൈസയുടെ പലിശയിൽ നിന്നെങ്കിലും കുറച്ച് തുക സ്റ്റൈഫണ്ടായിട്ടെങ്കിലും ഇവർക്ക് കൊടുക്കാൻ മാനേജ്മെൻറ്റുകളും ഒന്ന് തയ്യാറായാൽ ഒരു പരിധിവരെയെങ്കിലും ഈ പ്രതിസന്ധിയിൽ ഈ 16,000 അധ്യാപകർ ഒന്ന് പിടിച്ചു നിൽക്കുമെന്ന് പറയാതിരിക്കാൻ തരമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ.